ഭദ്രയുടെ കൂടെ അപർണയെ നിർത്തിയാൽ അവൾക്കൊരു സുരക്ഷയും ഉണ്ടാവില്ലെന്നും അതുകൊണ്ട് തങ്ങളുടെ കൂടെ നിർത്തുന്നതാണ് നല്ലതെന്നും മീനാക്ഷി ട്രീസിയോട് പറയുന്നു. ട്രീസ ആദ്യം വഴങ്ങുന്നില്ലെങ്കിലും ഉപ്പാപ്പയുടെ സമ്മതം വാങ്ങി അവൾ അതിന് സമ്മതിക്കുന്നു. അപർണയെ കൂട്ടിക്കൊണ്ടുപോകാൻ വരുന്ന മീനാക്ഷിയും സംഘവും അപർണയെ ട്രീസയുടെ കൂടെ വിട്ടാൽ അവൾക്കും കുഞ്ഞിനും വീണ്ടും അപകടം സംഭവിക്കുമെന്നും അവൾ ഇവിടെ നിൽക്കുന്നതാണ് നല്ലതെന്നും ഭദ്ര മുകുന്ദനോടും മറ്റും പറയുന്നു. ഇതിനെ ശക്തമായി എതിർക്കുന്ന മുകുന്ദനും ട്രീസയും ഒടുവിൽ ഭദ്രയുടെയും ഗീതികയുടെയും അപേക്ഷയെ മറികടന്ന് അപർണയെ അവർ കൂട്ടിക്കൊണ്ടുപോകുന്നു. മുകുന്ദൻ അപർണയും കൊണ്ട് വീട്ടിലേക്ക് വരുമ്പോൾ അവിടെ അഴകിയെ കാണുന്നു. ഇത് കണ്ട് പരിഭ്രമിക്കുന്ന മുകുന്ദൻ ശ്രീറാം ചന്ദ്രശേഖർ തന്നെ ഇപ്പോഴും ചോദ്യം ചെയ്യാൻ വിളിക്കുകയാണെന്നും ഇതിനൊരു പരിഹാരം കാണണമെന്നും മുകുന്ദനോട് അഴകി അവിടെ വന്നതുകൊണ്ട് ആശങ്കപ്പെടുന്ന അപർണയും നിഖിലും ഭദ്രയ്ക്കും മഹേന്ദ്രനും ഒരു പണി കൊടുക്കാനാണ് അപർണയെ ഇവിടെ കൊണ്ടുവന്നതെന്ന് അഴകിയോട് മുകുന്ദൻ. ഇതിനെല്ലാത്തിനും പരിഹാരം താൻ കണ്ടിട്ടുണ്ടെന്നും മുകുന്ദനോട് അഴകി. തുടർന്ന് കാണുക. അപ്പൊ അങ്ങനെയൊക്കെയാണ് കാര്യങ്ങളല്ലേ? ഒരു വയറ്റെണ്ണി വീട്ടിലുള്ളപ്പോഴേ എന്തെല്ലാം കാര്യങ്ങൾ ശ്രദ്ധിക്കണോന്നറിയോ? ഇതത്ര നിസാര കേസൊന്നുമല്ല. പുതിയ കൊച്ചുങ്ങൾക്ക് ഇത് വല്ലതും അറിയാവോ? അല്ലേ മുകുന്ദണ്ണ? പിന്നെ ദേ എല്ലാം നോക്കിയും കണ്ടും ചെയ്യാൻ ഒരാള് തന്നെ വേണം. അണ്ണാ ഇങ്ങ് വന്നേണ്ണ. എന്തുവാ? ഇങ്ങോട്ട് വാണ. ദേ അണ്ണ കൊറേ നാളായിട്ട് പറയല്ലേ ഇവിടുത്തെ അടുക്കളയിൽ സഹായത്തിന് ഒരാള് വേണോന്ന്. പിന്നെ ഞാൻ അന്വേഷിച്ചോണ്ടിരിക്കല്ലായിരുന്നു. എന്നിട്ട് കിട്ടിയോ? ആളെ കിട്ടണ്ടേ, പറ്റിയ ആളെ കിട്ടണ്ടേ. ആ എന്തിനാണ് പുറത്തുനിന്ന് ഒരാള്? അത് ഞാനിവിടെ ഉള്ളപ്പോ. അയ്യോ, ഞാനിത് ഓർത്തില്ല കേട്ടോ. കൊറേ നാളായിട്ട് മോനും മരുമകളും എന്നോട് പറഞ്ഞോണ്ടിരിക്കുക. വിശ്വസിക്കാവുന്ന ഒരാളെ കിട്ടണ്ടേ? കിട്ടത്തില്ലണ്ണ. ഇപ്പോഴത്തെ ജോലിക്കാരികളെ വിശ്വസിക്കാനേ കൊള്ളത്തില്ല. ആ അണ്ണാ ഞാൻ നോക്കും. എന്റെ മുകുന്ദണ്ണന്റെ കൊച്ചുങ്ങളുടെ കാര്യം ഞാൻ നോക്കും. ആ അണ്ണാ എന്നെ വിശ്വസിക്കേ. അത് വേണോ? വേണം. നിഖില് മോനെ, ദേ മോന് മനസ്സിൽ തോന്നുന്ന എന്താണെങ്കിലും അതിങ്ങ് തന്നേച്ചാ മതി. ഇനി അഥവാ ശമ്പളം തന്നില്ലെങ്കിലും എനിക്ക് ശമ്പളമൊക്കെ അവൻ തരും. അവൻ വളരെ ഡീസന്റാ. എന്നാലും കുഴപ്പമില്ല. ആ ദേ എന്റെ മുകുന്ദണ്ണന്റെ വീട്, എന്റെ കൊച്ചുങ്ങള്, അങ്ങനെയാ ഞാൻ കരുതുന്നേ. എന്നാലേ ഞാൻ ഇത്തിരി ചായ ഇട്ടുകൊണ്ട് വരട്ടെ. അണ്ണന് പഞ്ചാര വേണോ? പഞ്ചാര വേണം. അസുഖം കുറഞ്ഞില്ലേ? അതെയോ? ഞാൻ ഇപ്പൊ ചായ ഇട്ടുകൊണ്ട് വരാവേ. മുകുന്ദണ്ണ, കൊടംപുളിയിട്ട മീൻകറി വെക്കണോ? കൊടംപുളിയിട്ട മീൻകറി ഇന്ന് വേണ്ട, നാളെ ആയിക്കോട്ടെ. ആ ശരി ശരി. നമ്മുടെ കറുപ്പസ്വാമിയുടെ അതേ സ്വഭാവ, തങ്കപ്പെട്ട സ്വഭാവം. ഉള്ളിലൊന്നുമില്ല, ഇങ്ങനെ പറയും. ശുദ്ധ ഭാവ. ജോലിക്കാരെ കിട്ടാൻ പാടാ. ഞാൻ അനുഭവിച്ചതല്ലേ, നിനക്കറിയാൻ മേലേ. ഇങ്ങോട്ട് പറയുമ്പോ സമ്മതിക്കണ്ടേ? ആ മണ്ടൻ മണ്ടൻ. ഇത് നിഖിലിന്റെ അച്ഛനും അവരും കൂടെ ഉള്ള പ്ലാനിങ്ങാ. അടുക്കള ആദ്യം കൈയടക്കും. അടുക്കളയിൽ കൂടെ അകത്തോട്ട് കയറാനുള്ള പ്ലാനിങ് ആയിരിക്കും. ശമ്പളം ഒന്നും കൊടുക്കണ്ടല്ലോ. ഓസിന് ഒരു വേലക്കാരി. തൽക്കാലം അതങ്ങ് സമ്മതിച്ചു കൊടുക്കാം അല്ലേ മീനാക്ഷി? വേണ്ട ട്രീസേച്ചി, ആരും വേണ്ട. ഇവിടുത്തെ കാര്യങ്ങളൊക്കെ എനിക്ക് നോക്കാവുന്നതേ ഉള്ളൂ. ഞാൻ നോക്കിക്കോളാം. ആ ട്രീസേച്ചി ഒരു സെക്കൻഡ്, ഞാൻ ഇപ്പം വരാം. അപ്പൂ, നീ പോയി ഫ്രഷ് ആവും. ഹലോ മേരി, ഇറങ്ങിയോ? പെട്ടെന്നിറങ്ങാം. പെട്ടെന്നിറങ്ങാൻ. ഡ്രസ്സൊക്കെ എടുത്തോ? ഡോക്ടറെ കണ്ടായിരുന്നോ? ശരി. സാർ എന്നെ വിളിച്ചിരുന്നു. അതെ സാർ, ഞാനിപ്പോൾ അങ്ങോട്ട് പൊക്കോണ്ടിരിക്കുകയാണ് സാർ.
സോറി സാർ, എനിക്കൊരു കോള് വരുന്നുണ്ട്, ഞാൻ കൂടെ വിളിക്കാം സാർ. സാർ ഹലോ. ഹലോ ശ്രീറാം സർ. എന്തായി മീനാക്ഷി? ഞങ്ങളിവിടെ വീട്ടിൽ വന്നു. ആർക്കും സംശയമൊന്നുമില്ലല്ലോ? ഇല്ല. പിന്നെ ഇവിടെ വന്നപ്പോൾ മറ്റേ ആ സ്ത്രീ ഇല്ലേ, നിഖിലിൻ്റെ ഫാദറിന് കണക്ഷനുള്ള അഴകി, പുള്ളിക്കാരി ഇവിടെ ഉണ്ട്. അഴകിയോ? അവരെന്തിനാ അവിടെ വന്നത്? സാർ അവരെ ഓഫീസിലേക്ക് വിളിപ്പിച്ചെന്നൊക്കെ പറഞ്ഞു. ആ, അഴകി ചേച്ചി നമ്മളുമായിട്ടൊരു മീറ്റിംഗ് ഉണ്ട് നാളെ. അപ്പോൾ എങ്ങനെ? കുഴപ്പമില്ല, പക്ഷേ ഇതുവരെ എന്നോട് സംസാരിച്ചു തുടങ്ങിയിട്ടില്ല. ആ സാർ ഒരു സെക്കൻഡ്. ഹലോ സാർ. സാർ ഇപ്പോൾ വേറൊരു പ്രോബ്ലം. എന്താ മീനാക്ഷി? ആ മേരി ട്രീസിച്ച് കൊണ്ടുവന്ന ഹോം നേഴ്സേ, പുള്ളിക്കാരി ഇങ്ങോട്ട് വരുന്നുണ്ട്. മീനാക്ഷി, ഒരു കാരണവച്ചാലും ആ മേരി അവിടെ നിർത്തരുത്. അവൾ ട്രീസയുടെ കൊട്ടേഷനാ. അപ്പൂനെ ഫിനിഷ് ചെയ്യാന്നുള്ള ഉദ്ദേശത്തിൽ അവളെ കൊണ്ട് നിർത്തിയതാ. ഏത് വിധേനയും മീനാക്ഷി അവളെ അവിടെ നിന്ന് മാറ്റിയേ പറ്റൂ. അത് ചെയ്തില്ലെങ്കിൽ നമ്മൾ ചെയ്തതിനൊന്നും ഫലമില്ലാതായി പോവും. സർ പക്ഷെ ഞാൻ മീനാക്ഷി, ഇക്കാര്യത്തിൽ ഒരു കോംപ്രമൈസും ഇല്ല. അവരവിടെ നിൽക്കരുത്. അവരവിടെ നിന്നാൽ അതിനർത്ഥം അപ്പുവിന്റെ മരണത്തിന് നമ്മൾ കാവൽ നിൽക്കുന്നു എന്നാണ്. ട്രീസയുടെ പോസ്റ്റിങ്ങാ. അതുകൊണ്ട് അവരൊഴിഞ്ഞു പോകാൻ കുറച്ച് ബുദ്ധിമുട്ടേണ്ടി വരും. പക്ഷേ എത്ര ബുദ്ധിമുട്ടിയാൽ അത് ചെയ്യണം. ആ പിന്നെ ആ ട്രീസയെ പിണക്കാതെ തന്നെ ചെയ്യാൻ വേണം. സർ ഞാൻ അവരെ മാറ്റാൻ വേണ്ടി ആ മറ്റേ സ്ത്രീയിലെ അഴകി അവരവിടെ നിർത്തേണ്ടി വന്നാലും കുഴപ്പമില്ല. അവരീ മേരിയെ പോലെ ആളിന്റെ ജീവനെടുക്കുന്ന ജാതിയൊന്നുമല്ല. ശരി. ഒട്ടും താമസിക്കരുത്. ശരി സർ. ഓക്കെ. ഇത് നീ വിചാരിക്കുന്ന പോലെയൊന്നുമല്ല. മുകുന്ദന്റെ വീട്ടിലേക്ക് അപ്പുവിനെ കൊണ്ടുപോകണമെന്നുണ്ടെങ്കിൽ അത് അവരുടെ ഒരു ട്രാപ്പാ. ഇതിന്റെ പിന്നിൽ അവർ തന്നെയാ, ട്രീസയും ഷേബറും. പക്ഷെ നിഖിലും മീനാക്ഷിയൊക്കെ ഇതിന് കൂട്ടു നിൽക്കുന്നതാ എനിക്ക് അത്ഭുതം. പരസ്പരം കണ്ടാൽ കടിച്ചു കയറാൻ നിൽക്കുമായിരുന്നല്ലോ മീനാക്ഷി അപ്പു. ഇന്ന് കണ്ടപ്പോ അപ്പുവിനോട് ഇതുവരെ ഇല്ലാത്ത സ്നേഹമാ മീനാക്ഷിക്ക്. എല്ലാവരും ഈ കാണിച്ചു കൂട്ടുന്നതിന് പിന്നിൽ വേറെ എന്തൊക്കെയാണ്. എല്ലാവർക്കും അവരവരുടെ കാര്യങ്ങളാണല്ലോ വലുത്. കല്യാണം നടത്തി കൊടുക്കാവുന്ന മുകുന്ദൻ പറഞ്ഞപ്പോ മീനാക്ഷി എല്ലാത്തിനും എസ് വെച്ച് കാണും. മുകുന്ദനാണെങ്കിൽ ഇപ്പോൾ ട്രീസയുടെയും സേവരുടെയും ഏറെ മൂളിയായിട്ട് നടക്കുകയാണല്ലോ. ട്രീസ പറഞ്ഞാൽ മുകുന്ദൻ കേൾക്കും, മുകുന്ദൻ പറഞ്ഞാൽ നിഖിലും മീനാക്ഷി. ആ ട്രീസയും സേവറും ചേർന്നൊരു വലയുണ്ടാക്കിക്കൊണ്ടിരിക്കുക നമുക്ക് ചുറ്റും. ഇനിയും താമസിച്ച അത് നമ്മളെ കൊണ്ടേ പോകും. ശരിയാ, ഓരോരുത്തരെയായിട്ട് അവര് നമ്മളിൽ നിന്ന് അടർത്തിക്കൊണ്ട് പോവുക. അപ്പും മുകുന്ദേട്ടനും നിഖിലും മീനാക്ഷിയും എല്ലാവരെയും നമ്മളിൽ നിന്ന് അടർത്തിക്കൊണ്ട് പോവുക. ഇതിനി എവിടെ ചെന്ന് അവസാനിക്കുക? പക്ഷെ അവരൊക്കെ പോയതിൽ എനിക്കൊരു അത്ഭുതമില്ല. നമ്മുടെ ഈ വീട് ഇന്ന് ആർക്കെങ്കിലും ഒരു മേൽവിലാസമാണോ? എത്ര നാളായി കാണും നമ്മുടെ ഈ വീട്ടിലൊരു ഗസ്റ്റ് വന്നു പോയിട്ട്? പോലീസുകാരും കുതിര കയറാൻ വരുന്നവരും അല്ലാതെ ആരെങ്കിലും ഇങ്ങോട്ട് വന്നിട്ടുണ്ടോ? നമ്മളെ ആരെയെങ്കിലും ഒരു കല്യാണത്തിനോ ചടങ്ങിനോ വിളിക്കാറുണ്ടോ? നല്ലൊരു അയൽവക്കമുണ്ടോ? പോട്ടെ, നിന്റെ കുടുംബക്കാരോ ഫ്രണ്ട്സോ നിന്നെ ഒന്ന് വിളിച്ചിട്ടോ കണ്ടിട്ടോ നാളെത്രയായി? എനിക്ക് ഈ പറഞ്ഞൊക്കെ ഉണ്ടോ? നിന്റെ ജോലി, എന്റെ പ്രൊഫഷൻ, അകത്ത് കിടക്കുന്ന ആ പാവം പിടിച്ച കൊച്ചിന്റെ പഠിത്തവും കരിയറും ഒക്കെ പോയില്ലേ? അവനെ നമുക്ക് പോയി കാണണം, ആ സേവിയറെ. അവന്റെ ചേട്ടനും നീയും തമ്മിലുള്ള ബന്ധം നീ ആരോടും പറയില്ലെന്നുള്ള അഹങ്കാരത്തിലാണല്ലോ, ആ ധൈര്യത്തിലാണല്ലോ
അവൻ ഈ ബ്ലാക്ക് മെയിൽ നടത്തിയത്? എല്ലാം എനിക്കറിയാം. അവൻ ഒളിപ്പിച്ചു വെച്ച എല്ലാ കഥകളും ഞാൻ പുറത്തു കൊണ്ടുവരുന്ന അവന്റെ മുഖത്ത് നോക്കി ഞാൻ പറയും. പക്ഷേ മഹേട്ടാ, അതേ ഉള്ളൊരു മാർഗം. നമ്മളെ ബ്ലാക്ക് മെയിൽ ചെയ്യുന്നത് പോലെ നമുക്ക് അവനെ പേടിപ്പിക്കാൻ നോക്കണം. അവൻ നിന്നോട് തുടങ്ങി വെച്ച ഈ യുദ്ധം ഇതോടെ നിർത്താൻ പറയണം. അവന്റെ ചേട്ടൻ ഏതോ പെണ്ണിനെ കല്യാണം കഴിച്ച് വക കിട്ടിയ പൈസന്ന് ഒരു തരി പോലും നമുക്ക് വേണ്ടാന്ന് പറയണം. മനസമാധാനത്തോടെ നമ്മളെ ഒന്ന് ജീവിക്കാൻ വിട്ടാ മതി. പക്ഷേ നമ്മളിത് എങ്ങനെ ചെന്ന് പറയും? പറയണം. നമുക്ക് അവന്റെ മുമ്പിൽ പറഞ്ഞു നിൽക്കാൻ പറ്റണം. പേടിച്ചിരുന്നിട്ട് ഇനി കാര്യമില്ല. ചെയ്ത തെറ്റിന്റെ ശിക്ഷ ഏറ്റുവാങ്ങി ജയിലിൽ പോകുന്ന ഇങ്ങനെ മരിച്ചു ജീവിക്കുന്നതിനേക്കാൾ നല്ലത്. അത് നീയാ തീരുമാനിക്കേണ്ടത്. നീ മാത്രം തീരുമാനിച്ചാ മതി. സേവ്യറിനെയും ട്രീസയും രണ്ടിനെയും ഫിനിഷ് ചെയ്യണം. പക്ഷേ മഹേട്ടാ, നിനക്കതിന് കഴിയും. ഞാനില്ലേ നിന്റെ കൂടെ? ഇതുവരെ നീ ഒറ്റയ്ക്കായിരുന്നു. ഇനിയിപ്പോ അങ്ങനെയല്ല. മൽഹാറ, മഴ പെയ്തില്ല, പകരം മഹീന്ദ്രൻ വന്നു. താനാ തബലയെടുത്തൊന്നിരിക്കെ നമുക്കൊന്ന് കൂടാം. കുറെ നാളായില്ലേ? തന്റെ കൂടെ കച്ചേരിക്ക് വന്നതല്ല ഞാൻ. മറ്റുള്ളവന്റെ ജീവിതം വെച്ച് കുറച്ചു നാൾ താൻ പദവും കീർത്തനവും വായിക്കായിരുന്നല്ലോ. അതൊന്ന് മംഗളം പാടി അവസാനിപ്പിക്കണം. അത് പറയാനാ വന്നത്. ഓ, അവകാശം സ്ഥാപിക്കാനുള്ള വരവല്ലേ? ഞാനിവിടെ പടുത്തു ഉയർത്തിയതാ ഈ ഒരു പ്രസ്ഥാനം. അങ്ങനെ പെട്ടെന്നിട്ടിട്ട് പോകാൻ എനിക്ക് മനസ്സ് വന്നില്ല. അതുകൊണ്ട് വന്നതാ. നിങ്ങൾക്കിതിൽ അവകാശമുണ്ടെങ്കിൽ അതുപോലെ എനിക്കുമുണ്ട്. അവകാശം ഉറപ്പിച്ചോ? അവകാശത്തിനും സ്വത്തിനും വേണ്ടി കൂടപ്പിറപ്പിന്റെ മകനെ പോലും കൊല്ലാൻ തീരുമാനിച്ചവരല്ലേ? പിന്നെയല്ലേ ഒരു പഴയ സുഹൃത്ത് ബന്ധത്തിന്റെ പേരിൽ താനോട് മര്യാദ കാണിക്കുന്നത്? ഞാനൊട്ടും പ്രതീക്ഷിക്കുന്നില്ല. എല്ലാം ഞാൻ മനസ്സിലാക്കി. പക്ഷേ ഇത്തിരി വൈകിപ്പോയി. വർഷങ്ങളായിട്ട് എൻ്റെ കൂടെ ഉണ്ടായിരുന്ന സുഹൃത്താ. എൻ്റെ ജീവിതത്തിൽ തനിക്കുണ്ടായിരുന്ന സ്ഥാനം വേറെ ആർക്കും ഇല്ലായിരുന്നു. എൻ്റെ എല്ലാ രഹസ്യങ്ങളും അറിയാവുന്ന ഒരാൾ. പക്ഷെ ഇത്രയും നാൾ കൂടെ നടന്നിട്ടും താൻ ആരാണെന്നും എന്താണെന്നും എനിക്ക് മനസ്സിലായില്ല. മനസ്സിലായില്ലേ? അത് താനൊരു മണ്ടനായിട്ടാ. അല്ലെങ്കിലും തനിക്ക് ആരെയാ മനസ്സിലായേക്കുന്നേ? താനിങ്ങനെ വലിയ കെട്ടിലമ്മയായി കൂടെ കൊണ്ടു നടക്കുന്ന ഭാര്യയുടെ തനിക്കുണം താൻ മനസ്സിലാക്കിയിട്ടുണ്ടോ? തനിക്ക് ആരെയും മനസ്സിലായിട്ടില്ല. പെണ്ണമ്പിള്ള നിൽക്കാൻ പറയുമ്പം കിടക്കുകയും കിടക്കാൻ പറയുമ്പോ ഓടാനേ തനിക്കറിയത്തുള്ളൂ. എന്റെ ഭാര്യയുടെ തനിക്കുണം വിസ്തരിക്കുന്നതിന് മുമ്പ് തന്റെ തനിക്കുണം എനിക്കറിയേണ്ടത്. ഭാര്യയുടെ അടുത്ത് നേരെ പറഞ്ഞു നിൽക്കാൻ വയ്യാതെ വന്നപ്പോ എന്റെ നേർക്ക് കുതിര കയറാൻ അവരെയും കൂട്ടിക്കൊണ്ടുവന്നിരിക്കുക. എന്നെ എന്റെ കുടുംബക്കാരെ അപമാനിക്കാൻ വന്നിരിക്കുക. ഞാൻ അറിഞ്ഞുവല്ല. 6.5 കോടിയുടെ പണം അടിച്ചെടുക്കാൻ വേണ്ടി താനും തന്റെ മോളും കൂടെ നിങ്ങളുടെ ചേട്ടന്റെ മോനെ കൊല്ലാൻ പ്ലാൻ ചെയ്തില്ലേ? എന്താ എന്താ താൻ പറഞ്ഞേ? കൊല്ലാൻ പ്ലാൻ ചെയ്തെന്നോ? ഇവിടെ കയറി അനാവശ്യം പറയാമെന്ന പഴയ ബന്ധവും കാര്യമൊന്നും ഞാൻ നോക്കത്തില്ല. നിങ്ങളുടെ ഭാര്യ അവനെ കൊന്ന് കായലിലെറിഞ്ഞത്, അതിനവർക്ക് അച്ചാരം ചെയ്തു കൊടുത്തത് നിങ്ങളെക്കാൾ മുമ്പ് നിങ്ങളുടെ ഭാര്യയുടെ കൂടെ കേറിക്കിടന്നൊരുത്തൻ നിങ്ങളുടെ മൂത്ത മോടെ ഒറിജിനൽ തന്ത. ഓ, വീണ്ടും ആ കള്ളക്കഥയും പറഞ്ഞുകൊണ്ട് ഇറങ്ങിയിരിക്കുകയാണോ? ഇനിയിപ്പോ താൻ അതും പറഞ്ഞ് ഒരുപാട് വിസ്തരിക്കണ്ട. എല്ലാം ഇപ്പൊ എനിക്ക് മനസ്സിലായി. തന്റെ ചേട്ടന്റെ 6.5 കോടിയുടെ സ്വത്തില് കണ്ണും വെച്ചായിരുന്നില്ല പണ്ട് തൊട്ടേ തന്റെ ജീവിതം.
തന്റെ മോളെ നിയമം പഠിപ്പിച്ചതടക്കം ഈ കണ്ട കാലം മുഴുവൻ ഈ ഒരു ലക്ഷ്യത്തിന് വേണ്ടിയായിട്ടല്ലേ താൻ ഉണ്ടത് ഉറങ്ങിയതും? ആ പണം മുഴുവൻ ജൂഡിന്റെ കയ്യിലെത്തിയാൽ പിന്നെ ഈസിയാണല്ലോ. നിങ്ങളുടെ കയ്യിൽ കിടക്കുന്ന കൊച്ചൻ അവനെ ഏത് നിമിഷവും ഇല്ലാതാക്കിയാ പോരെ. പക്ഷേ അവന്റെ കല്യാണം നടന്നാൽ പിന്നെ പണി ഇരട്ടിയാവും. പുതിയ അവകാശികളെ കൂടി തട്ടണമല്ലോ. കല്യാണത്തിന് തടയിടാൻ നിങ്ങളാവുന്നത് നോക്കി. പറ്റില്ല എന്ന് മനസ്സിലായപ്പോ കല്യാണത്തിന് മുമ്പ് അവനെ തീർക്കാൻ താനും ട്രീസയും പ്ലാൻ ചെയ്തു. പോലീസുകാര് കോടതിയിൽ ഉറപ്പിച്ച കാര്യമാ. പിന്നെ ഇവരെ ആരോ സഹായിച്ചിട്ടുണ്ട്. അതിവരുടെ പൂർവ്വ കാമകരല്ലെന്ന് ആർക്കാ പറയാൻ പറ്റുക? തനിക്ക് പറയാൻ പറ്റുമോ? കല്യാണത്തിന് തടയിടാൻ നിങ്ങളാവുന്നത് നോക്കി. പറ്റില്ല എന്ന് മനസ്സിലായപ്പോ കല്യാണത്തിന് മുമ്പ് അവനെ തീർക്കാൻ താനും ട്രീസയും പ്ലാൻ ചെയ്തു. അപ്പന്റെയും മോടെയും കാൽക്കുലേഷൻ പിന്നെ തെറ്റിപ്പോയതേ ജൂഡിന്റെ കുഞ്ഞിന്റെ കാര്യത്തിലാ. വീണ്ടും ഒരു അവകാശി. ഇപ്പൊ അതിനെ ഇല്ലാതാക്കണം. അതല്ലേ നിങ്ങളുടെ ഇപ്പോഴത്തെ ആവശ്യം? അതിനായിട്ടല്ലേ ഈ കാണിച്ചു കൂട്ടുന്നതല്ല. സംഗീതവും സാഹിത്യവും പറഞ്ഞുകൊണ്ട് നടക്കുന്ന തന്റെ ഉള്ളിൽ ഇത്രയും പണക്കൊതി ഉണ്ടായിരുന്നു എനിക്ക് മനസ്സിലായില്ലടോ. പക്ഷെ എന്റെ സംശയം അതല്ല. പണ്ട് ആ കാർ ആക്സിഡന്റിൽ താൻ തന്നെയാണോ തന്റെ ചേട്ടനെ തട്ടിക്കളഞ്ഞേ? ആ ബാംഗ്ലൂർ യാത്രയുടെ കഥയിൽ അന്ന് എനിക്ക് സംശയം ഉണ്ടായിരുന്നു തന്നെ. പുതിയ കഥയും ഭാവനയായിട്ട് ഇറങ്ങിയിരിക്കുകയാണോ ഭർത്താവ്? സംഗീതം വിട്ട് അയാൾ കഥ എടുത്തു തുടങ്ങിയോ? ഭാര്യയായിരിക്കും പ്രചോദനം. സത്യം പറയുമ്പോ ഇളിച്ചു കാണിച്ചിട്ട് കാര്യമില്ലടൂ. അപ്പൂനെ വിളിപ്പിച്ചിട്ട് എല്ലാം പറഞ്ഞു കൊടുത്തില്ലേ താൻ? പോലീസുകാരോട് ഇവളുടെ ഇല്ലാത്ത കാമുകൻ ഇവിടെ വന്നെന്നും പോയെന്നും പറഞ്ഞു കൊടുത്തത് താനല്ലേ? അതും പോരാഞ്ഞ ഒരു ഡയമണ്ടിന്റെ ഗിഫ്റ്റും കാണിച്ച് ഇല്ലാ കഥ ഉണ്ടാക്കല്ലടൂ താനും തന്റെ മോളും. എടോ മഹേന്ദ്ര, താനൊരു പഞ്ചപാവ. ഈ സ്ത്രീ എന്തെല്ലാം പറഞ്ഞു നടക്കുന്നു. ഇവരോടുകൾ മാറ്റിയും തിരുത്തിയും പറയുമ്പോ അതാ സത്യം തോന്നും. അതാ ഇവരുടെ മിടുക്ക്. ഇവരെ കൊന്നെന്ന് പോലീസുകാര് കോടതിയിൽ ഉറപ്പിച്ച കാര്യമാ. പിന്നെ ഇവരെ ആരോ സഹായിച്ചിട്ടുണ്ട്. അതിവരുടെ പൂർവ്വ കാമകരല്ലെന്ന് ആർക്കാ പറയാൻ പറ്റുക? തനിക്ക് പറയാൻ പറ്റുമോ? എന്നിട്ട് ഇവര് എന്റെ പൊടിമോനെ പറ്റി ലോകത്താരും വിശ്വസിക്കാത്ത ഒരു കഥയുണ്ടാക്കി അവൻ ഇവരെ കയറി പിടിച്ചെന്ന്. ചത്തില്ലേ? എന്നിട്ടും നിങ്ങൾക്ക് അവനെ വെറുതെ വിട്ടൂടെ? ചത്തനെ വെറുതെ വിട്ടു. എനിക്കിഷ്ടമല്ലായിരുന്നു എന്റെ പൊടിമോനെ ഇവരുടെ മോളെ കൊണ്ട് കെട്ടിക്കാൻ. അതാ കാരണം. കല്യാണത്തിന് മുമ്പ് തന്തയാരെന്നറിയാതെ ജനിച്ചൊരു കൊച്ച്, വേറെ മതം. എന്നിട്ടും ഞാൻ സമ്മതിച്ചതാ. പക്ഷെ കൊന്നുകളഞ്ഞില്ലേ ഈ സ്ത്രീ? എന്നോടൊരു വാക്ക് പറഞ്ഞ പോരായിരുന്നു? ഞാൻ പറഞ്ഞ തിരുത്തുമായിരുന്നല്ലോ. അവനെ വിളിച്ചോണ്ട് ഞാൻ എങ്ങോട്ടെങ്കിലും പോവുമായിരുന്നല്ലോ. കള്ളോ എളി പറയുന്നേ, കള്ളോ പറയുന്ന മഹേട്ടാ. നിങ്ങളെ ഞാൻ വന്ന് കണ്ടതല്ലേ, കരഞ്ഞ് കാല് പിടിച്ചതല്ലേ? എന്താ നിങ്ങൾ പറയുന്നത്? നിങ്ങളെ എന്നെ വന്ന് കണ്ടെന്നോ? എന്താ നിങ്ങൾ ഈ പറയുന്നേ? അന്ന് വീട്ടിൽ വന്നപ്പോ നിങ്ങളെല്ലാം കേട്ട് സമ്മതിച്ചല്ലേ? എന്നോട് ഉറപ്പ് പറഞ്ഞില്ലേ ഈ കല്യാണം നിങ്ങൾ മുടക്കിക്കൊള്ളാമെന്ന്? ഞാൻ ഒന്നും അറിയണ്ടെന്ന്. ഞാൻ എന്തിനാ നിങ്ങളെ കാണുന്നേ? ഇവർക്ക് വട്ടുപിടിച്ചോ? ആദ്യം ഇവര് പറഞ്ഞു ഇവരെന്നെ വന്ന് കണ്ടെന്ന്. ഇപ്പൊ പറയുന്നു ഞാൻ ഇവരെ പോയി കണ്ടെന്ന്. എന്താ കാര്യം? നിങ്ങൾ മനഃപൂർവ്വം പൊട്ടം കളിക്കുവല്ലേ? നിങ്ങളുടെ ജോണച്ചായന്റെ കുഞ്ഞല്ലേ അപ്പോ? നിങ്ങളുടെ ചോര. എന്താ പറഞ്ഞേ? ജോണച്ചാന്റെ? നിങ്ങളുടെ ജോണച്ചായന്റെ കുഞ്ഞല്ലേ അപ്പൂന്ന്? ജോണച്ചായന്റെ കുഞ്ഞല്ലേ അപ്പു? അപ്പു. പുതിയ കഥ കൊള്ളാം. എന്നെ പറഞ്ഞു പറ്റിച്ച് ജീവിതം നശിപ്പിച്ചത് നിങ്ങളുടെ ചേട്ടനാ. നിങ്ങൾക്കെല്ലാം അറിയാം, എല്ലാം അറിയാം. അനാവശ്യം പറഞ്ഞുണ്ടാക്കരുത്. മറ്റാരെയും കിട്ടാതെ വന്നപ്പോ എല്ലാം എന്റെ ചേട്ടന്റെ മേലിലേക്ക് ചാരുകയാണല്ലേ? നിങ്ങൾ എന്നും ഇങ്ങനെ തന്നെ പറയുന്നേ. അന്ന് നിങ്ങളെ പള്ളിയിൽ കാണാൻ വന്നപ്പോഴും നിങ്ങൾ ഞാൻ പറഞ്ഞതൊന്നും വിശ്വസിച്ചില്ല. പക്ഷെ നിങ്ങളെ കൊന്ത കാണിച്ചപ്പോ അപ്പൊ നിങ്ങളൊന്നും മിണ്ടിയില്ലല്ലോ. നിങ്ങൾക്കെല്ലാം മനസ്സിലായി. അതുകൊണ്ടല്ലേ നിങ്ങൾ രാത്രി വീട്ടിൽ വന്നതും എല്ലാം സമ്മതിച്ചതും. ശരിയല്ലേ? ഏത് കൊന്തയുടെ കാര്യമാ നിങ്ങൾ ഈ പറയുന്നേ? ആരുടെ വീട്ടിൽ വന്നെന്നാ? പോലീസിനും കോടതിക്കും പത്രക്കാർക്കും ഇപ്പം
എന്താ പടിയെന്നറിയോ? നിങ്ങളുടെ വയറ്റിലുണ്ടാക്കിയത് ആരാണെന്ന് കണ്ടുപിടിക്കുക. കാണാതെ പോയ മലേഷ്യൻ വിമാനം കണ്ടുപിടിക്കാം. സുമാർ കുർബനെ കണ്ടുപിടിക്കാം. അതൊക്കെ ഇതിനേക്കാൾ ഈസിയാന്നാ അവര് പറയുന്നേ. ഏത് കൊന്തയുടെ കാര്യമാ നിങ്ങൾ ഈ പറയുന്നേ? ആരുടെ വീട്ടിൽ വന്നെന്നാ? നിങ്ങളുടെ ജോണച്ചായന്റെ കൊന്ത. മഹേട്ട, ഇയാളീ പറയുന്നതെല്ലാം കള്ളോ, പച്ച കള്ളോ. ഞങ്ങളുടെ ജോണച്ചായൻ ഒരു കൊന്ത മാത്രമേ ഉപയോഗിച്ചിട്ടുള്ളൂ. ജോണച്ചായൻ പോയന്നു തൊട്ട് ഞങ്ങൾ അദ്ദേഹത്തിന്റെ ഫോട്ടോയുടെ മുമ്പിൽ വെച്ചിരിക്കുക. പിന്നെ ഏത് കൊന്തയുടെ കാര്യമാ നിങ്ങൾ ഈ പറയുന്നേ? നിങ്ങൾക്ക് നിങ്ങളുടെ ഗർഭം വേറെ ആരുടെ മേലും ചാരാനില്ലായിരിക്കും. അതുകൊണ്ടാണോ ചത്തുപോയ എന്റെ ചേട്ടന്റെ മേലെ ചാരുന്നത്? എന്റെ ചേട്ടന്റെ പേര് ചീത്തയാക്കിയാൽ സഹിക്കില്ല ഞാനത്. പോലീസിനും കോടതിക്കും പത്രക്കാർക്കും ഇപ്പം എന്താ പടിയെന്നറിയോ? നിങ്ങളുടെ വയറ്റിലുണ്ടാക്കിയത് ആരാണെന്ന് കണ്ടുപിടിക്കുക. കാണാതെ പോയ മലേഷ്യൻ വിമാനം കണ്ടുപിടിക്കാം. സുമാർ കുർബനെ കണ്ടുപിടിക്കാം. അതൊക്കെ ഇതിനേക്കാൾ ഈസിയാന്നാ അവര് പറയുന്നേ. നാണമില്ലേ നിങ്ങൾക്ക്? വാ തുറന്നങ്ങ് പറഞ്ഞൂടെ ആ ഹറാം പറഞ്ഞവൻ ആരാണെന്ന്? അതെങ്ങനാ? ഭർത്താവിനേക്കാൾ വലിയ വിധേയത്വം ആ കാമുകനോട്. അങ്ങനെ വിധേയത്വം കാണിക്കണമെങ്കിൽ അയാള് നിങ്ങളുടെ കാമുകം മാത്രമല്ല, ജാരനും കൂടാ. തോന്നിയാസം പറയുന്നു. പച്ചക്കള്ള ഈ മനുഷ്യൻ പറയുന്നേ. കണ്ണി നോക്കി ഉളുപ്പില്ലാതെ കള്ളം പറയാൻ ഇയാളെ കൊണ്ടേ പറ്റൂ. പള്ളി പോയി ഇയാളെ കണ്ട് എല്ലാം ഞാൻ തുറന്നു പറഞ്ഞതാ. എല്ലാം വീട്ടിൽ വന്ന് എനിക്ക് വാക്ക് തന്നതാ കല്യാണം മുടക്കാമെന്ന്. എന്നിട്ട് എന്നെ പറ്റി ഇല്ലാത്തതെല്ലാം പറഞ്ഞുണ്ടാക്കി നടന്നിട്ട് ഇയാളുടെ ചേട്ടനാ അന്ന് എന്റെ ജീവിതം നശിപ്പിച്ചത്, എന്നെ ചതിച്ചത്. കർത്താവേ, കണ്ടോ കണ്ടോ ഈ സ്ത്രീ ചെയ്തെന്താ? കണ്ടോ കണ്ടോ മഹേന്ദ്ര? ഇത് നിങ്ങൾ മനസ്സിലാക്കിയോ? ഇത് ഉത്തരം കിട്ടാതാവുമ്പോ ഇവരെന്തും ചെയ്യും. എന്റെ മേലെ കൈവച്ചത് കണ്ടോ? ഇവരിതുപോലെ എന്റെ പൊടിമോനെ ഇല്ലാതാക്കിയത്. ഇവരുടെ ഉള്ളിലിതാ. എന്തിനാ ഒരു അടിയിൽ ഒതുക്കിയത്? എന്നെ കൊല്ല്. മതിയായി എനിക്ക്. എന്നെ കൊല്ല്. എനിക്ക് ജീവിതം മതിയായി. കൊല്ല്. എന്റെ പൊടിമോനെ തീർത്തതുപോലെ എന്നെ കൂടെ അങ്ങ് തീർത്തുകളാ. കൊല്ല്. എന്തിനാ ബാക്കിയാക്കുന്നേ? കൊല്ല്. മഹേന്ദ്ര, ഇത് ശരിയല്ല. അന്നേ താണിത് ചിന്തിക്കണമായിരുന്നു. ഓർമ്മയില്ലേ അന്ന് ആ ഹോസ്പിറ്റലിൽ ആ ഡോക്ടർ പെണ്ണുമ്പിള്ള ഇവർ ഗർഭിണിയായെന്ന് പറഞ്ഞ ദിവസം? ആ റിപ്പോർട്ട് ചുരുട്ടിപ്പിടിച്ച് ചുരുണ്ടുകൂടി നിങ്ങൾ എന്റെ മുമ്പിൽ നിന്ന ദിവസം ഓർമ്മയുണ്ടോ? അന്ന് രക്തമില്ലായിരുന്നു നിങ്ങളുടെ മുഖത്ത്. അന്നേ ചെത്തിയെടുത്ത് ദൂരെ കളയണമായിരുന്നു. ഇനിയിപ്പോ രക്ഷയില്ല. അഴുകിപ്പഴുത്ത ഒരു ട്യൂമറായി ഇനി നിങ്ങളെ കൊണ്ടേ പോകൂ. നിങ്ങളെ കൊണ്ടേ പോകൂ.